അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം ദമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. നമസ്കാരം. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് സ്വാഗതം. പ്രിയരെ, ശങ്കരാചാര്യ സ്വാമികളുടെ കനകധാര സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ശങ്കരാചാര്യ സ്വാമികൾ ഭിക്ഷ എടുക്കുന്നതിലിടയ്ക്ക് സ്വർണ്ണത്ത് മന എന്ന് ഇന്ന് പറയപ്പെടുന്ന ആ ഇല്ലത്ത് ഭിക്ഷ എടുക്കാൻ പോയപ്പോൾ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ദരിദ്രരായ ആ ഇല്ലത്ത് താമസിച്ചിരുന്ന സ്ത്രീ ഒരു നെല്ലിക്ക മാത്രം കയ്യിൽ കിട്ടിയപ്പോൾ അത് സ്വാമിക്കായി സമർപ്പിച്ചു എന്നും അവരുടെ ആത്മാർത്ഥത കണ്ട് അവരുടെ ദാരിദ്ര്യം തീർത്തു കൊടുക്കാൻ വേണ്ടി ആചാര്യസ്വാമികൾ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൈകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്ക താഴത്തേക്ക് പതിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതിലത്തെ ചില ശ്ലോകങ്ങൾ, അതിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി. സർവേശ്വരിയായ മഹാലക്ഷ്മിക്ക് പോലും ഐശ്വര്യം തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യാൻ ഉണ്ടാവണച്ചാൽ ശ്രീ മഹാവിഷ്ണുവിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നാരായണീയത്തിലൊക്കെ പറഞ്ഞ് ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദയവേയം പരേഷ്വർത്തിരെ മുതലായ ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്, ഭഗവാനിൽ സ്ഥിരമായ ഭക്തിയുള്ളതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് തൻ്റെ ഭക്തന്മാർക്ക് ഐശ്വര്യം നൽകാൻ കഴിയുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്കെല്ലാം പുളകം നൽകുന്നതായ മഹാവിഷ്ണുവിൻ്റെ ആ ശരീരത്തെ, അംഗം, ശരീരത്തെ ആശ്രയിച്ചവളും ഭൃംഗാംഗനേവ മുകുളാഭരണം ദമാലം, അത് വിശേഷണമാണ്. ഏത് പ്രകാരത്തിലാണ് മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മി ആശ്രയിച്ചിരിക്കുന്നത്? നല്ല പച്ച നിറമുള്ള ഇലകളോട് കൂടിയതായ ചെടികളിൽ പുഷ്പിച്ചതായിരിക്കുന്ന പുഷ്പത്തിനെ വണ്ട്, അതായത് പെൺവണ്ട് ആശ്രയിച്ച പോലെയെന്ന്. ഭൃംഗാംഗന, മഹാലക്ഷ്മി സ്ത്രീപക്ഷം ആയതുകൊണ്ട് ഭൃംഗാംഗന എന്ന് ഉപമയിൽ ചേർത്തിരിക്കുന്നു. ഒരു പെൺവണ്ട് എപ്രകാരം മനോഹരമായി പൂത്തിരിക്കുന്നൊരു പൂവിനെ തേൻ നുകരാൻ വേണ്ടി ആശ്രയിച്ചിരിക്കുന്നുവോ, അതേപോലെ ഹരിയുടെ ശരീരത്തെ ആശ്രയിച്ചവളും അംഗീകൃതാകില വിഭൂതിരപാങ്കലീല, എല്ലാ പ്രകാരത്തിലുള്ള വിഭൂതികൾ അല്ലെങ്കിൽ ഐശ്വര്യം അതിനെയും സ്വീകരിച്ചവളും അഷ്ടൈശ്വര്യങ്ങളുടെ വിളനിലവും ആയതായ മംഗല്യദാസ്തു മമ മംഗളദേവതായ, അങ്ങനെയുള്ളതായിരിക്കുന്ന മംഗല്യ ദേവത, എല്ലാ മംഗളങ്ങൾക്കും വിളനിലമായിരിക്കുന്ന മംഗല്യ ദേവത എനിക്ക് സർവ ഐശ്വര്യത്തെയും മംഗളത്തെയും നൽകണമേ എന്നാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം. ഭക്തന്മാർക്ക് സർവ ഐശ്വര്യങ്ങളും കൊടുക്കുന്നതായിരിക്കുന്ന മഹാലക്ഷ്മിയെ ഇങ്ങനെയുള്ള കുറേ ശ്ലോകങ്ങളിൽ കൂടെ സ്തുതിച്ചിരിക്കുകയാണ് കനകധാര സ്തോത്രത്തിൽ. അപ്പം ഈ സ്തോത്രം നമ്മൾ ദിവസേന ചൊല്ലുകയാണെങ്കിൽ ദാരിദ്ര്യം ഇല്ലാണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നതായ ഐതിഹ്യം. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ 8 തരത്തിലുള്ള ലക്ഷ്മിയുണ്ട്. ആദിലക്ഷ്മിയാണ് പൊതുവെ എല്ലാ കാര്യത്തിനും മംഗളം നൽകുന്ന ലക്ഷ്മി. ധനലക്ഷ്മി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കുന്ന ആ ഭാവത്തിലുള്ള ലക്ഷ്മി. അതുപോലെ ധൈര്യലക്ഷ്മി, അതും ഒരു ലക്ഷ്മിയാണ്, പുരുഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. എന്താണ് യഥാർത്ഥ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ
കാമക്രോധാദികളിൽ നിന്ന് മുക്തമാക്കലും കൂടിയാണ് കേട്ടോ. അതാണ് വിപതി ധൈര്യം. ആപത്തിൽ ധൈര്യം ഉണ്ടാവുക അത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ് എന്ന് സുഭാഷിതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കലാണ് യഥാർത്ഥത്തിലുള്ള ധൈര്യം എന്നാണ് ആത്മീയമായിട്ട് പറയുക. പിന്നെ പൊതുവെയുള്ള ധൈര്യം ആപത്തുകളിൽ മനസ്സിന് നമ്മൾ സ്ഥിരത ഉണ്ടാക്കി തീർക്കുക എന്നതും ധൈര്യം ഉണ്ടാവുക. വിദ്യാലക്ഷ്മി യഥാർത്ഥമായിട്ടുള്ള അറിവ്. ഡിഗ്രികളുടെ എണ്ണം കൂടുതലല്ല ഇവിടെ സൂചിപ്പിച്ചിരിക്കണം. ആത്മീയമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നശ്വരമാണ് എന്നും യഥാർത്ഥമായിട്ട് ആത്മാവ് മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കാനുള്ള അറിവാണ് വിദ്യ. എല്ലാ തരത്തിലും ഒരു മനുഷ്യന് വേണ്ടതായിരിക്കുന്ന വിദ്യയാണ്. സന്താനലക്ഷ്മി. ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ സന്താനം വേണ്ടതാണ് എന്നും പരലോകത്ത് ഗതി കിട്ടണമെങ്കിൽ സന്താനം വേണമെന്നും പല ദിക്കിലും പറഞ്ഞിരിക്കുന്നു. അതേപോലെ ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, വിജയലക്ഷ്മി. ധാന്യലക്ഷ്മി ധനധാന്യങ്ങളുടെ കുറവുണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ ആന നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിളായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഗജലക്ഷ്മിയും വിജയലക്ഷ്മിയും. ഏത് കാര്യത്തിന് നമ്മൾ പുറപ്പെട്ടാലും വിജയമുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് വിജയലക്ഷ്മി. അല്ലെങ്കിൽ പുറപ്പെട്ടതൊക്കെ തൊട്ടത് അനർത്ഥമായിട്ട് തീരും. അപ്പോൾ 8 തരത്തിലുള്ള ലക്ഷ്മി. ഇതിൻ്റെ കുറവുള്ളവർക്കാണ് അഷ്ടദരിദ്രം എന്ന് പറയുക. അർത്ഥം ആലോചിച്ചിട്ടൊന്നുമില്ല നമ്മൾ പറയാം അഷ്ടദരിദ്രം എന്ന് വെറുതെ ഇങ്ങോട്ട് തട്ടി വിടില്ലേ. ഈ അഷ്ട നിലയ്ക്കുള്ളതായിരിക്കുന്ന ഗുണവും ഇല്ലാത്തതുകൊണ്ടാണ് അഷ്ടദരിദ്രം എന്ന് പറയുന്നത്. ഈ 8 പ്രകാരത്തിലുള്ള പുരോഗതി ഒരു മനുഷ്യന് ആവശ്യമാണ്. അപ്പം അതെല്ലാം നൽകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ. മഹാവിഷ്ണുവിൻ്റെ ശരീരത്തെ പെൺവണ്ട് പുഷ്പത്തെ ആശ്രയിച്ച പോലെയും സർവപ്രകാരത്തിലുള്ള സമ്പൽ സമൃദ്ധി ഐശ്വര്യത്തോടു കൂടിയതും ആയ മംഗളദേവതയായ ലക്ഷ്മി നമുക്ക് എല്ലാ ഐശ്വര്യവും നൽകട്ടെ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മംഗല്യതാസ്തു മമ മംഗളദേവതായ. എല്ലാവർക്കും നല്ലൊരു സന്ധ്യ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.